നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ രാജ്യത്തെ പാർട്ടികളെല്ലാം പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ തുടർച്ച വരുന്ന തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് BJP ഇത്തവണ പ്രചാരണം കൊഴുപ്പിക്കുന്നത്. അതേസമയം തന്നെ ദക്ഷിണേന്ത്യയിൽ കടുത്ത പോരാട്ടമാണ് നടക്കാനിരിക്കുന്നത്. നിലവിൽ BJP മുക്തമാണ് ദക്ഷിണേന്ത്യയെങ്കിലും അവിടെയും പിടിച്ചെടുക്കാനുള്ള തത്രപ്പാടിലാണ് BJP നേതൃത്വം. എന്നാൽ ദക്ഷിണേന്ത്യയിൽ BJPക്ക് സ്വാധീനം കുറയുമെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ആന്ധ്രാപ്രദേശിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ മുഖ്യമന്ത്രി ജഗൻമോഹന്റെ സഹോദരി YS ഷർമിളയെ പാർട്ടിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിലേക്ക് മറ്റൊരു MLAയും ചേരുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മംഗളഗിരി MLA അല്ല രാമകൃഷ്ണ റെഡ്ഡി കോൺഗ്രസിൽ ചേരുമെന്നാണ് സൂചനകൾ. ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി നിയമിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന YS ഷർമിളയ്ക്കൊപ്പം അല്ല രാമകൃഷ്ണ റെഡ്ഡിയും പാർട്ടിയിൽ ചേരുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശനിയാഴ്ച മംഗളഗിരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുൻ മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡിയുടെ വിശ്വസ്തൻ എന്ന നിലയിൽ ഷർമിളയുടെ നിലപാടിനൊപ്പം നിൽക്കുമെന്ന് അല്ല രാമകൃഷ്ണ റെഡ്ഡി പറഞ്ഞിരുന്നു. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരണോ വേണ്ടയോ എന്ന എന്റെ തീരുമാനം ഷർമിളയുടെ തീരുമാനത്തിനെ ആശ്രയിച്ചിരിക്കും. അല്ല രാമകൃഷ്ണ റെഡ്ഡി YRS കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതിനു ശേഷം RK ഷർമിളയെ കണ്ടതായും സംസ്ഥാനത്തെ സമീപകാല രാഷ്ട്രീയ സംഭവങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തതായും റിപ്പോർട്ടുണ്ട്. ഷർമിള തന്റെ YSR തെലങ്കാന പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിച്ചേക്കുമെന്നും ആന്ധ്രാപ്രദേശിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം നടത്തുമെന്നുള്ള അഭ്യൂഹങ്ങൾക്കിടെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന. പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും അല്ല രാമകൃഷ്ണ റെഡ്ഡിയുടെ രാജിക്ക് ഇടയാക്കിയിരുന്നു. തന്റെ രാഷ്ട്രീയ എതിരാളിയെ YSRCയിൽ നിന്ന് ഉൾപ്പെടുത്തിയതും മന്ത്രിസഭാ അംഗത്വം ആവർത്തിച്ച് നിഷേധിച്ചതും പാർട്ടിയുമായുള്ള പ്രശ്നത്തിലും തുടർന്നുള്ള പുറത്തുപോക്കലിനും കാരണമായെന്ന വാർത്തകളെ നിരാകരിച്ച RK മണ്ഡല വികസനത്തിന് ഫണ്ട് അനുവദിക്കുന്നതിൽ YSRC സർക്കാരിന്റെ അലംഭാവമാണ് തന്റെ രാജിക്ക് കാരണമെന്നാണ് അവകാശപ്പെടുന്നത്. ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ഞാൻ YSRC വിട്ടിട്ടില്ല. ഞാനും YS ജഗനും ഗഞ്ചി ചിരഞ്ജീവിയും തമ്മിൽ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാമെന്നും RK പറഞ്ഞു. മംഗളഗിരിയുടെ വികസനത്തിന് 1200 കോടി രൂപ നൽകുമെന്ന് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ 125 കോടി രൂപ പോലും അനുവദിച്ചിട്ടില്ലെന്നും മണ്ഡലത്തിന്റെ വികസനത്തിന് തന്റെ പോക്കറ്റിൽ നിന്ന് ചിലവഴിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ BJP കോൺഗ്രസ് പോര് മുറുകിയിരിക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ. BJP രാമക്ഷേത്രം പ്രചാരണ ആയുധമാക്കിയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്നാൽ ആ കളി ദക്ഷിണേന്ത്യയിൽ നടക്കില്ലെന്ന മട്ടിലാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ.